Dear students, today we are going to start a new chapter, residential status. So we know that all the persons' tax liability is calculated according to their residential status. That's a condition prevailing in India. When we are going to America or some other countries, that will not be like that. In America and all, according to the citizenship, their tax liability will be calculated. But in our India, the residential status will be determining the tax liability of each persons. So we know that there are different types of persons: individual, Hindu undivided family, company, firm, AOP, BOI, etc. So in this chapter, we will be studying in detail each person's tax liability calculation. So for this tax liability calculation, first of all, we have to understand their residential status. For that, firstly, we will be moving to the first person, that is individual. ഇൻഡിവിജ്വലിൻ്റെ കേസിൽ എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നോക്കുമ്പോൾ നമ്മളവിടെ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പീരീഡ് ഓഫ് ഹിസ് സ്റ്റേ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്ര ദിവസം താമസിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യയിലേക്ക് വന്ന ദിവസവും അതിൻ്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്ന ദിവസവും നമ്മൾ ഇന്ത്യയിലുള്ളതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു ഹ്യൂമൻ ബീയിങ് എത്ര ദിവസം ഇന്ത്യയിൽ നിന്നിട്ടുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറയുന്ന സമയത്ത് നമ്മളവിടെ 2 കണ്ടീഷൻസ് നോക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 കണ്ടീഷൻസ് എന്ന് പറയുന്നത്, അതിലത്തെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ബേസിക് കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷൻസ്. ഇതിൽ 2 കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ടായിരിക്കും. അതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ റെസിഡൻസ് സ്റ്റാറ്റസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, റെസിഡൻ്റ് എന്നും നോൺ റെസിഡൻ്റ് എന്നും. അതായത് ഇന്ത്യയിൽ റെസിഡൻ്റ് ആയ ആളെ എന്നും ഇന്ത്യയിൽ റെസിഡൻ്റ് അല്ലാത്ത ആളെ എന്നും. ഇനി ഈ റെസിഡൻറ്റിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. അതായത് ഓർഡിനറി റെസിഡൻ്റ് ആയ ആളും രണ്ടാമത്തെ കാറ്റഗറി ഓഫ് റെസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റും. അപ്പോൾ ഇങ്ങനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഓർഡിനറി റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻറ്റും. ഇനി നമ്മുടെ സാധാരണമായി തന്നെ നമ്മുടെ നോൺ റെസിഡൻറ്റിന് വേറെ നമുക്ക് സബ് ഡിവിഷൻസ് ഒന്നും വരുന്നില്ല, നോൺ റെസിഡൻറ്റ് എന്നത് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇപ്പം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന റെസിഡൻസ് സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് റെസിഡൻ്റ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ നോക്കും റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് ആണോ, അതേമാതിരി തന്നെ റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നമ്മൾ നോക്കണം. അതേസമയത്ത് നോൺ റെസിഡൻ്റ് ആണ് നമ്മൾ റെസിഡൻസ് സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി നമുക്ക് നിർത്താം, കാൽക്കുലേഷൻ നമുക്ക് അതോടുകൂടി നിർത്താൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ബേസിക് കണ്ടീഷൻസ്, 2 ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷൻസുമാണുള്ളത്. സോ വി ക്യാൻ മൂവ് ടു ദ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. In the first basic condition, it is said that he must be present in India for a period of 182 days or more during the previous year. അതായത് നമ്മുടെ അസസി, ഹി എന്ന് നമ്മളോട് ഉദ്ദേശിക്കുന്ന നമ്മുടെ ടാക്സ് പേയർ, നമ്മുടെ അസസി ഇന്ത്യയിൽ നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ, നമുക്കറിയാം നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെൻറ്റ് ഇയർ നമുക്കറിയാം 21, 22 ആണ്. അപ്പോൾ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഏതായിരിക്കും? 20, 21 അല്ലേ? അതിന് തൊട്ട് മുന്നേയുള്ള വർഷം 20, 21. അപ്പോൾ നമ്മുടെ 20, 21 എന്ന് പറയുന്ന റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ 182 ദിവസമോ അതിലധികമോ നിൽക്കുന്ന ആളുകളെയാണ് നമ്മുടെ അസസി എങ്കിൽ നമ്മൾ അതിൽ ബേസിക് കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമ്മൾ പറയും. ഓക്കെ. ഇനി ഇതല്ല എങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനാണ്. രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് ഹി മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ and 365 days or more during the 4 years immediately preceding the previous year. ഇവിടെ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ നോക്കണം കേട്ടോ. അതിലാദ്യം നമ്മൾ നോക്കേണ്ടത് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയറിൽ 60 days, അതായത് നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ആയി 20, 21 60 ദിവസമോ അതിലധികമോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം.
അതിൻ്റെ കൂടെ തന്നെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസം അതിനധികം ഉണ്ടാവും വേണം. ഇനി ഈ റെലവൻറ്റ് പ്രീവിയസ് ഇയർ 2021 തൊട്ട് മുന്നേ വരുന്ന 4 വർഷം കൊണ്ട് അദ്ദേഹം 365 ദിവസം ഓൾ ടുഗദർ ഇന്ത്യയിൽ ഉണ്ടാവുകയും വേണം. 60 ദിവസം വേറെയും വേണം, അതായത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടാവും വേണം. അതിന് തൊട്ട് മുന്നേ വരുന്ന 4 വർഷങ്ങൾ കൂടി 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുകയും വേണം. അപ്പോൾ ഈ 2 കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ, പക്ഷേ രണ്ടാമത്തെ കണ്ടീഷനിൽ ചില ആളുകൾക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. ഈ 60 ഡേയ്സ് ഓർ മോറിന് നമുക്ക് എക്സംഷൻ വരുന്നുണ്ട്. അതിൽ ഏതെല്ലാം ആളുകൾക്കാണ് നമുക്ക്, അതായത് ഈ കേസ് 2 അപ്ലിക്കബിൾ അല്ലാത്ത ആളുകൾ ആരൊക്കെയെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ, വേർ എൻ ഇന്ത്യൻ സിറ്റിസൺ ലീവ്സ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ ഫോർ ദി പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ആസ് എ മെമ്പർ ഓഫ് ദി ക്രൂ ഓഫ് എൻ ഇന്ത്യൻ ഷിപ്പ്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ എന്ത് ചെയ്യുന്നു, പ്രീവിയസ് ഇയറിൽ ഇന്ത്യ വിട്ടു പോവുകയാണ്. ഇന്ത്യ വിട്ടു പോകുന്നതിൻ്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, ജോലി കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ വിട്ട് പ്രീവിയസ് ഇയറിൽ പോകുന്നു. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ മെമ്പറായിട്ട് ഇന്ത്യ വിട്ടു പോകുന്ന SSC ആണ് എങ്കിൽ അവിടെ നമ്മൾ 60 ഡേയ്സ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം വേറെയാണ് കാൽക്കുലേഷൻ വരിക. ഇനി രണ്ടാമത്തെ SSC അതിൽ ഈ 60 ഡേയ്സ് ഓർ മോർ എന്നുള്ളത് അപ്ലിക്കബിൾ അല്ലാത്ത രണ്ടാമത്തെ SSC എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അതായത് ഇന്ത്യൻ സിറ്റിസനായ ഒരാൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനായ ഒരാൾ. ഇന്ത്യൻ ഒറിജിൻ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുതുമുത്തശ്ശന്മാരോ ഒക്കെ ഇന്ത്യയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്ത്യൻ ഒറിജിൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനായ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ വിട്ടിട്ട് മുന്നേ ഇന്ത്യയിൽ നിന്ന് പോയതാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് റെലവൻറ്റ് പ്രീവിയസ് ഇയർ ആയ 2021 ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ് എന്ന് കരുതും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അത്തരം ആളുകൾക്കും, അതായത് ഇത്തരത്തിലുള്ള ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിന് 60 ഡേയ്സ് ഓർ മോർ എന്നുള്ളത് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ എന്താണ് അവിടെ അപ്ലിക്കബിൾ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഈ രണ്ട് കേസിൽ എയിലും ബിയിലും നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നമ്മുടെ അസസ്സിക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അസസ്സിയുടെ ഇൻകം എത്ര, ടോട്ടൽ ഇൻകം എത്രയെന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ അവിടെ നമ്മളവിടെ സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് വെച്ചിട്ടുണ്ട്, 15 ലക്ഷം, 15 lakh. അപ്പോൾ നമ്മുടെ അസസ്സിയുടെ വരുമാനം എന്ന് പറയുന്നത് ഫോറിൻ ഇൻകംസ് ഒഴിവാക്കിയിട്ട്, അതായത് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിന് വേണ്ടി ഇന്ത്യയിൽ വിട്ടുപോയ ആളായാലും, അതായത് ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ മെമ്പറായിട്ട് പോയ ആളായാലും, ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യയിലേക്ക് വരുന്ന ആളായാലും എന്തുണ്ടായിരിക്കും, അവർക്ക് ഫോറിൻ ഇൻകംസ് ഉണ്ടായിരിക്കും. കാരണം അവർ ഫോറിൻ രാജ്യത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്, അല്ലേ? അപ്പോൾ ഈ ഫോറിൻ ഇൻകം ഒഴിവാക്കിയിട്ട് അവരുടെ വരുമാനം എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയിൽ കൂടുതലുണ്ട് എങ്കിൽ അവിടെ നമ്മൾ 60 ഡേയ്സ് ഓർ മോർ അല്ല നമ്മൾ പ്രീവിയസ് ഇയറിൽ നോക്കേണ്ടത്. നമ്മൾ എന്താ നോക്കേണ്ടത്, 120 ഡേയ്സ് ഓർ മോർ എന്നുള്ളതാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി അതേസമയം ഈ ഫോറിൻ ഇൻകം ഒഴിവാക്കിയിട്ട് അവരുടെ വരുമാനം എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയിൽ കുറവാണ് എങ്കിൽ നമ്മൾ അവിടെ നോക്കേണ്ടത് നമ്മുടെ ബേസിക് കണ്ടീഷൻ 1ൽ പറഞ്ഞിട്ടില്ലേ, 182 ഡേയ്സ് ഓർ മോർ ഇൻ ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ, അതാണ് നമ്മൾ അവരുടെ കേസിൽ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ 2 എ കണ്ടീഷനും ബി കണ്ടീഷനും ഉള്ള ആളുകൾക്ക് നമ്മൾ ബേസിക് കണ്ടീഷനായിട്ട് വേറെ ഒന്നും തന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവരുടെ വരുമാനം നോക്കുക, ടോട്ടൽ ഇൻകം നോക്കുക. 15 ലക്ഷത്തിൽ കൂടുതലാണ് എങ്കിൽ അവർ ഇന്ത്യയിൽ എന്ത് ചെയ്യണം, 15 ലക്ഷത്തിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം, അവരുടെ ഫോറിൻ ഇൻകം ഒഴിവാക്കി വരുന്ന ബാക്കിയുള്ള ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണ് എങ്കിൽ അവർ ഇന്ത്യയിൽ 120 ദിവസമോ അതിലധികമോ ഉണ്ടായിരിക്കണം. അതേമാതിരി തന്നെ ഫോറിൻ ഇൻകം 15 ലക്ഷത്തിൽ കുറവാണ് എങ്കിൽ ഫോറിൻ ഇൻകം ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയിൽ കുറവാണ് വരുന്നത് എങ്കിൽ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള കണ്ടീഷൻസ് ഒന്നും തന്നെ അവർ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷനും സെക്കൻഡ് ബേസിക് കണ്ടീഷനും. അപ്പോൾ നിങ്ങൾ നോട്ടിലൊക്കെ എഴുതി വെക്കുന്ന സമയത്ത് ഷോർട്ടായിട്ട് എഴുതുക. എന്താ എഴുതുക, റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഒരു ഡാഷ് ഇടുക, 182 ഡേയ്സ് എന്ന് എഴുതി വെക്കുക. 182 ഡേയ്സ് ഓർ മോർ എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. ഇനി രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതുക, റെലവൻറ്റ് പ്രീവിയസ് ഇയർ 60 ഡേയ്സ് ഫോർ പ്രിസീഡിങ് പ്രീവിയസ് ഇയർ എന്ത് ചെയ്താൽ ഡാഷ് ഇട്ടിട്ട് 365 ഡേയ്സ് എന്ന് എഴുതി വെക്കാം. അപ്പോൾ അത്രയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ എഴുതി വെച്ചിട്ട് അത്രയും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബേസിക് കണ്ടീഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് അഡീഷണൽ കണ്ടീഷൻ എന്താണെന്നാണ് നോക്കേണ്ടത്. ഇവിടെ ബേസിക് കണ്ടീഷൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് കണ്ടീഷൻസ് അഡീഷണൽ കണ്ടീഷനിലും പറയുന്നുണ്ട്. അഡീഷണൽ കണ്ടീഷനിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഹീ ഈസ് എ റെസിഡൻറ്റ് ഇൻ അറ്റ്ലീസ്റ്റ്
2 out of 10 previous year preceding the relevant previous year. അതായത് നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ 2021 തൊട്ട് മുന്നേ വരുന്ന 10 പ്രീവിയസ് ഇയറിൽ 2 വർഷമെങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം, ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ, രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ പറയുന്നത് എന്താ വെച്ചാൽ ഹി സ്റ്റേ ഇൻ ഇന്ത്യ ഇൻ ലാസ്റ്റ് 7 years പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഈസ് 730 days ഓർ മോർ. അതായത് നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ആയി 2021 തൊട്ട് മുന്നേ വരുന്ന 7 വർഷം കൊണ്ട് അദ്ദേഹം 730 ദിവസവും അതിലധികമോ ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. അപ്പോൾ ഈ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും കേൾക്കുമ്പോൾ ഇങ്ങനെ പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ബേസിക് കണ്ടീഷൻ 1 എന്ന് പറഞ്ഞിട്ട് എന്തെഴുതുക, റെലവൻറ്റ് പ്രീവിയസ് ഇയർ 182 days ഓർ മോർ. രണ്ടാമത്തത് എന്തെഴുതുക, റെലവൻറ്റ് പ്രീവിയസ് ഇയർ 60 days ഓർ മോർ. ഫോർ പ്രിസീഡിങ് പ്രീവിയസ് ഇയർ 365 days എന്ന് എഴുതി വെക്കാം. ഇനി താഴെ അഡീഷണൽ കണ്ടീഷനിൽ എന്തെഴുതുക, 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൽ 2, അപ്പോൾ 10 ഡാഷ് ഇട്ടിട്ട് 2 എന്ന് എഴുതി വെച്ചാൽ മതി. ദെൻ രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷനിൽ എന്തെഴുതുക, 7 പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൽ 730 days ഓർ മോർ. ഇത്രയും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി ഇതിൽ ബേസിക് കണ്ടീഷൻസ് എത്രണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അഡീഷണൽ കണ്ടീഷൻസ് എത്രണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.